ഗോതമ്പ് പുല്ല്. ഇതിനെ പുല്ലെന്നും പച്ചരക്തമെന്നും പറയുന്നു. ഗോതമ്പ് പുല്ലിനെ അത്യന്തിക ഔഷധമായി കണക്കാക്കപ്പെടുന്നുണ്ട്. പുല്ല് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? ഇത് കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ അറിയുവാൻ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ശാസ്ത്രീയമായി ഗോതമ്പ് പുല്ലിന്റെ ഘടനയും ഹീമോഗ്ലോബിൻ ഘടനയും ഒരുപോലെയാണ്. എന്നാൽ ഗോതമ്പ് പുല്ലിന്റെ ഘടനയിൽ മഗ്നീഷ്യവും ഹീമോഗ്ലോബിനിൽ ഇരുമ്പും അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. വിളർച്ച രോഗികൾക്കുള്ള മരുന്നായി കൂടിയും ഇത് പ്രവർത്തിക്കുന്നു. ഇതിനാൽ ഗോതമ്പ് പുല്ലിന്റെ ജ്യൂസിനെ പച്ചരക്തം എന്ന് വിളിക്കുന്നു. രണ്ടാമതായി ഇതിന്റെ പ്രത്യേകത, ഇതിന് ഓക്സിജൻ നൽകുവാനുള്ള കഴിവുണ്ട്. ഗോതമ്പ് പുല്ലിൽ ക്ലോറോഫിൻ അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഇലകൾ പച്ച നിറത്തിലാണുള്ളത്. ഈ ഇലക്കറി ഓക്സിജൻ നൽകുന്നു. ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കൃത്യമാണെങ്കിൽ എല്ലാ സംവിധാനങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നു. ഹീമോഗ്ലോബിൻ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്നു. ഗോതമ്പ് പുല്ല് രക്തവിതരണം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. മൂന്നാമതായി ഇതിന്റെ പ്രത്യേകത, ക്യാൻസർ ബാധിതർക്ക് ഇത് ഗുണം ചെയ്യുന്നു. ഗോതമ്പ് പുല്ലിൽ ആൽക്കലോയിഡുകൾ, ഫ്ലേവനോയിഡുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ആൽക്കലോയിഡുകൾ ക്യാൻസർ കോശങ്ങളുടെ പുനരുൽപാദനത്തെ തടയുന്നു. ആന്റി പ്രൊലിഫറേഷൻ ക്യാൻസർ പടരുന്നത് തടയുന്നുണ്ട്. വീറ്റ് ഗ്രാസിന് ആന്റി മെറ്റാസ്റ്റാറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ഇതുമൂലം ക്യാൻസർ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുവാനുള്ള ഫ്രീ റാഡിക്കലുകളെ തടഞ്ഞുകൊണ്ട് ക്യാൻസർ കോശങ്ങളുടെ ഉൽപാദനത്തെ തടയുന്നു. അതായത് അപ്പോപ്ടോസിസിലേക്ക് ഇത് സംഭാവന ചെയ്യുന്നുണ്ട്. ആധുനിക ക്യാൻസർ ചികിത്സയുടെ ഇരകൾ അനുഭവിക്കുന്ന പാർശ്വഫലങ്ങളിൽ നിന്ന് മോചനം നേടുവാനും റേഡിയേഷൻ വിഷവസ്തുക്കളെ ഇല്ലാതെയാക്കുവാനും ഇത് സഹായിക്കുന്നു. ഓറൽ ക്യാൻസറും വൻകുടലിൽ ഉണ്ടാകുന്ന ക്യാൻസറും കൂടാതെ ലുക്കീമിയ ബാധിതർക്കും ഗോതമ്പ് പുല്ല് ഒരു ദിവ്യ ഔഷധമായി പ്രവർത്തിക്കുന്നു. ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ക്യാൻസറിനെ ചെറുത്തു നിൽക്കുവാനുള്ള ശക്തി നൽകുകയും ചെയ്യുന്നു. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ആർത്രൈറ്റിസ് ബാധിതർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഗോതമ്പ് പുല്ലിന്റെ ആന്റി ബാക്ടീരിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കാരണം അണുബാധകളിൽ നിന്നും വീക്കങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നുണ്ട്. റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ബാധിച്ചവർക്കും ഇത് ഗുണം ചെയ്യുന്നുണ്ട്. ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്രമേഹ രോഗികൾക്ക് ഗുണം ചെയ്യുന്നത്. LDL അതായത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനുകൾ കുറയ്ക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. ഇൻസുലിൻ ഉൽപാദനം നിയന്ത്രിക്കുന്നു. ടൈപ്പ് 2 പ്രമേഹ രോഗികൾക്ക് ഗോതമ്പ് ഗ്രാസ് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഗോതമ്പ് പുല്ല് വളർത്താൻ കഴിയാത്തവർക്ക് പൊടിച്ച് നീരെടുത്ത് കുടിക്കാം. 1 സ്പൂൺ ഗോതമ്പ് പുല്ല് പൊടിയിൽ 6 ഗ്രാം കാർബോഹൈഡ്രേറ്റ്, 25 ഗ്രാം കലോറി, 1 ഗ്രാം പ്രോട്ടീൻ, 24 മില്ലിഗ്രാം കാൽസ്യം, 1 ഗ്രാം ഇരുമ്പ്, 3 ഗ്രാം നാരുകൾ, 86 മില്ലിഗ്രാം വിറ്റമിൻ കെ എന്നിവ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. അതിനുശേഷം ഗോതമ്പ് പുല്ലിന്റെ ജ്യൂസ് കുടിക്കുക. വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് പിന്നീട് കുടിക്കുന്നതായിരിക്കും ഉത്തമം. എന്നാൽ ആദ്യമായി കഴിക്കുന്നവർ ചെറിയ അളവിൽ ഇത് കുടിക്കുവാൻ ശ്രദ്ധിക്കണം. കുറച്ച് തേൻ ചേർത്ത് ഈ ജ്യൂസ് കുടിക്കാം. അല്ലെങ്കിൽ ഈ നീരിൽ തേങ്ങാവെള്ളം ചേർത്തും കുടിക്കാം. ഇനി നമുക്ക് ഇതിന്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഗോതമ്പ് ഗ്രാസ് ജ്യൂസ് ഒരു പരിധിക്കപ്പുറം കഴിച്ചാൽ ഓക്കാനം, അസാധാരണമായ ശരീരഭാരം, ഡിസ്പെപ്സിയ, ഛർദി തുടങ്ങിയ പാർശ്വഫലങ്ങൾ നേരിടേണ്ടി വരും. ശരീരത്തിന്റെ ആരോഗ്യനിലയനുസരിച്ച് എത്ര പോഷകഗുണമുള്ള പദാർത്ഥങ്ങൾ കഴിച്ചാലും വൈദ്യശാസ്ത്ര വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിൽ കഴിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോയിലൂടെ ഗോതമ്പ് പുല്ലിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായല്ലോ അല്ലെ? നല്ലൊരു വിഷയവുമായി വീണ്ടും വരാം. നന്ദി.